I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind. എല്ലാവരുടെയും ആഗ്രഹം. പിന്നെയോ ദുഃഖം നിവർത്തിക്കണം. ആത്യന്തിക ദുഃഖ നിവൃത്തി, ഈ രണ്ട് വാക്കുകള് ശാസ്ത്രത്തിൽ വരുന്നതാണ്. നിരതിശയ സുഖലാഭം, ആത്യന്തിക ദുഃഖ നിവൃത്തി. ദുഃഖം നിവർത്തിക്കേണ്ടത് തൽക്കാലത്തെ ദുഃഖം നിവർത്തിച്ചാൽ പോരാ, അത് സാധാരണക്കാർക്കുള്ളതാണ്. ചിന്തകന്മാർക്ക് ഒക്കെ ഉള്ളത് ആത്യന്തിക ദുഃഖ നിവൃത്തി. ദുഃഖം എന്നേക്കുമായിട്ടില്ലാണ്ടാവും. അങ്ങനെയാണ് ചിന്തകള് ഈ ഭൂമിയും കടന്ന് ഈ ജന്മവും കടന്ന് ജനന മരണത്തിനപ്പുറത്ത് വല്ലതുണ്ടോ ദുഃഖനിവൃത്തിക്ക്? സുഖത്തില് ദേവന്മാർക്ക് സുഖമുണ്ട് എന്ന് പറയും. ദേവന്മാർക്കും അവിടെയും വലിപ്പച്ചെറുപ്പുണ്ട്, ദേവേന്ദ്രൻ ഉണ്ട്. അപ്പൊ അതിശയ സുഖമാണ്, നിരതിശയ സുഖമാണ്. അതിനെ കടന്നു വെക്കാൻ വേറൊരു സുഖം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് മോക്ഷം, കൈവല്യം മുതലായിട്ടുള്ള സങ്കല്പങ്ങളിലേക്ക് നമ്മൾ കടന്നു കയറിയത്. അങ്ങനെയുള്ള അനേകം ശാസ്ത്രങ്ങൾ ഉണ്ട്. എല്ലാ ശാസ്ത്രങ്ങൾക്കും പ്രധാന ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. മനുഷ്യന്റെ ദുഃഖം ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെയാണ്. സാഖ്യം ഏറ്റവും കട്ടിയായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. പക്ഷെ അതിലും ഇതന്നെയാണ് ചോദ്യം. ഈ ദുഃഖം എങ്ങനെ നിവർത്തിക്കും? എങ്ങനെ ശാശ്വതമായിട്ടുള്ള സുഖമുണ്ടാകും? യോഗ ദർശനത്തിൻ്റെയും ലക്ഷ്യം, ഉദ്ദേശ്യം ഇത് തന്നെയാണ്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സുഖം വേണം. ദുഃഖം ഒട്ടുമില്ലാതാകും. ഇത് നിരതിശയ സുഖലാഭം, ആത്യന്തിക ദുഃഖ നിവൃത്തി എന്നുള്ള ഈ രണ്ട് വാക്കുകൾ പലതരത്തിലായിട്ട് പല ശാസ്ത്രങ്ങളിലും നമുക്ക് കാണാം. ഇനി ഈ യോഗം എന്നുള്ള വാക്ക്, അതിന്റെ വിശദമായ അർത്ഥങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോകുന്നതേ ഉള്ളൂ ആദ്യത്തെ സൂത്രത്തിൽ. ഏതായാലും യോഗം എന്നുള്ള വാക്ക് പല ഗ്രന്ഥങ്ങളിൽ പല അർത്ഥത്തിൽ വരുന്നുണ്ട്. എല്ലാ ദിക്കിലും കൂടിച്ചേരലിന് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ മരുന്നുകളുടെ കൂട്ടമാണ്. ഒരു പൊതുയോഗം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു കൂട്ടമാണ്. അതൊക്കെ ഭൗതികമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ യോഗസൂത്രത്തില്, യോഗ ദർശനത്തില് അത് നമ്മുടെ ഒരു ആധ്യാത്മിക ശാസ്ത്രമായിട്ടാണ് യോഗത്തെ എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലാണ്, മനസ്സിന്റെ ശാസ്ത്രമാണ് അത്, അന്ധക്കരണത്തിന്റെ ശാസ്ത്രമാണ്, ആന്തരിക സാധനയുടെ ശാസ്ത്രം. നമ്മൾ പെട്ടെന്ന് യോഗ എന്ന് കേട്ടാൽ യോഗാസനം ഓർമ്മ വരും, അതിൽ തെറ്റൊന്നുമില്ല. അതും കൂടി ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രചാരം കിട്ടിയത്. എന്നാൽ യോഗശാസ്ത്രം ആധ്യാത്മിക സാധനയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് യോഗാസനം. യോഗാസനം മാത്രമല്ല, യമനിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോ യോഗം എന്നുള്ളത്, അല്ലെങ്കിൽ യോഗ, ആ യോഗ എന്നുള്ളത് പിന്നെ മലയാളത്തിലാവുമ്പോൾ യോഗം എന്നാവും, ഹിന്ദിയിലാവുമ്പോൾ അത് യോഗ് എന്നാവും, ഇംഗ്ലീഷിൽ യോഗ എന്നാവും. അക്ഷരത്തിൽ ദീർഘം ഇംഗ്ലീഷിലും ഇല്ല, യോഗാന്നൊന്നുമില്ല. യോഗ, രാമ, ഹിന്ദിയിൽ റാം, സംസ്കൃതത്തിൽ രാമഹ, എന്നാൽ ഇംഗ്ലീഷിൽ രാമ എന്നാണ്. വൃക്ഷ, മലയാളത്തിൽ വൃക്ഷം എന്നാണ്. അങ്ങനെയാണ് നമുക്ക് മലയാളത്തിൽ യോഗം, ഇംഗ്ലീഷിൽ യോഗ ആയത്. അത് പിന്നെ അതിന് ദീർഘം തന്നെ വന്നു ചേർന്നതാണ്. ഏതായാലും ഈ ഭാഷയുടെ കാര്യം നമ്മൾ നോക്കണ്ട, കാരണം ഇപ്പം ഏറ്റവും പ്രചാരം കിട്ടിയിരിക്കുന്നത് യോഗ എന്നുള്ള ഒരു വാക്കിനാണ്. അതിരുന്നോട്ടെ. അപ്പോ ആ യോഗം ഞാൻ പറഞ്ഞത് നമുക്ക് യോഗ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശാരീരികമല്ല, ആത്മീയ സാധനയാണ്. അതുകൊണ്ട് ഇതൊരു ആധ്യാത്മിക ശാസ്ത്രമാണ്. നമ്മൾ തൽക്കാലം ഒരു ചെറിയൊരു ചുരുക്കമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ വിശദമായിട്ട് ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ. പിന്നെ ഇത് ഈ ശാസ്ത്രം, അതിൻ്റെ ഓതർ, ശാസ്ത്രം രചിച്ചത് 195 സൂത്രങ്ങളിലാക്കി ഇത്രയും വലിയ ഒരു ശാസ്ത്രം ചുരുക്കി, അതിന് സൂത്രം എന്നുള്ള പേരെന്നെ അങ്ങനെയാണ്, അല്പാക്ഷരം അസന്ദിഗ്ധം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്പം അക്ഷരങ്ങൾ ഏറ്റവും കുറവ്, എന്നാൽ അതിൽ സംശയങ്ങൾ ഉണ്ടാവുകയുമില്ല. ആ തരത്തിലുള്ള സൂത്രരൂപത്തിലുള്ള ഒരു ശാസ്ത്രം, അതിന് ദർശനം എന്നും പേരുണ്ട്. യോഗ ദർശനം, യോഗസൂത്രങ്ങൾ എന്നും പറയും. ഷഡ്ദർശനങ്ങളിൽ ഒന്നാണ് ഇത്. ഷഡ്ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ ന്യായം, വൈശേഷികം ഒരു ഗ്രൂപ്പാണ്, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെ 3 സെറ്റ്, 6 ദർശനം. പൂർവമീമാംസയും ഉത്തരമീമാംസയും തനി വേദമാണ്, വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. അതേസമയം ന്യായവും വൈശേഷികവും തർക്കശാസ്ത്രത്തിൽപ്പെടുന്നതാണ്. സാഖ്യവും യോഗവും ഫിലോസഫിയാണ്. അപ്പോൾ സാഖ്യം നമ്മുടെ ഭാരതത്തിലെ എല്ലാ ഫിലോസഫിയുടെയും മാതാവാണെന്ന് പറയും. എല്ലാവരും സാഖ്യത്തിനെ കോട്ട് ചെയ്യും. സാഖ്യത്തിനെ കോട്ട് ചെയ്യാത്ത ഒന്നുമില്ല. നമ്മുടെ രാമായണത്തിൽ ഇപ്പം അധ്യാത്മ രാമായണം വായിച്ചു നോക്കിക്കൊള്ള, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഒരു 10-20 പ്രാവശ്യം സാഖ്യം വരുന്നുണ്ടായി. അങ്ങനെ സാഖ്യം, യോഗം, ഇത് രണ്ടും ഒരു ഗ്രൂപ്പാണ്. എങ്ങനെ ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ, സാഖ്യത്തിലെ ഫിലോസഫി തന്നെയാണ് യോഗത്തിലും വരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് സാഖ്യത്തെ പറ്റി കുറച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത്
നല്ലതായിരിക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. ഇവിടെ സാഖ്യമൊന്നും വിശദമായിട്ട് ചർച്ചയൊന്നും ആവാൻ വരാൻ പോകുന്നില്ല. അതിൽ വേണ്ട ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ചിത്തം എന്നുള്ള വാക്ക്, ചിത്തം എന്നുള്ള വാക്ക് വാസ്തവത്തിൽ സാങ്കേതിലില്ല, ഇവിടെ പുതുതായിട്ട് വെച്ചത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് മൂന്നും അവിടെയുണ്ട്. ഇതിലും നമുക്ക് അതിനെ ചേർക്കാം. ചിത്തം എന്നുള്ളത് ഇതിൽ മനസ്സിനെ അതിൻ്റെ ഒരു പര്യായമായിട്ട് ആണ് ഇതിൽ വരുന്നത് പലപ്പോഴും. അപ്പോ അതേസമയം സാഖ്യത്തിലെ 25 തത്വങ്ങള് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ ദ്വൈതം ഇതിൽ വരുന്നുണ്ട്. പുതുതായിട്ട് ഈശ്വരനെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ സാഖ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള സിദ്ധാന്തമാണ് പ്രകൃതി, പുരുഷൻ ഇവ തമ്മിലുള്ള വേർതിരിക്കൽ. അത് ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇതിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ കൈവല്യം എന്നാണ് പറയുന്നത്. കൈവല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി പുരുഷ ഭേദമാണ്. അവ കൂടി നിൽക്കുന്നത് വേർപിരിയലാണ് കൈവല്യം. അപ്പോ മാത്രമല്ല നമ്മൾ യോഗത്തിന് സാധാരണ കൊടുക്കുന്ന ഒരു അർത്ഥം കൂടിച്ചേരലിന് യോജിക്കുക എന്നുള്ള ഒരു അർത്ഥം യോഗ എന്നുള്ള വാക്കിനുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും യോഗയ്ക്ക് കൊടുത്ത അർത്ഥം യോഗ സമാധി എന്നുള്ളതാണ്. സമാധി നമ്മൾ വിശദമായിട്ട് പിന്നെ വരും. ഏതായാലും അതേപോലെ സംയമം, കൺട്രോൾ എന്നൊരർത്ഥവും യുജ് ധാതുവിന് ഉണ്ട്. ഇതൊക്കെ പ്രയോഗത്തിലെടുക്കാമെങ്കിലും നമ്മൾ ഇവിടെ യോഗ സമാധി എന്നുള്ളതിലാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അതിന് വരാൻ പോകുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇവിടെ യോഗശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിന്റെ ശാസ്ത്രമാണ്. ഇന്ത്യൻ സൈക്കോളജി എന്ന് വരെ ഇതിനെ പറയുന്നുണ്ട്. അന്ധകരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ചില സ്ഥലത്ത് മനസ്സ് മാത്രം, ചിലതിക്കല് ബുദ്ധി, ഇതിനെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും മനഃശാസ്ത്രം, ആത്മീയ ശാസ്ത്രം ആണ്. ശാരീരികം എന്ന് പറയുന്നത് അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. പതഞ്ജലിയെ പറ്റി കൂടി കുറച്ച് ഒരു വാചകം പറഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റൂ. കാരണം ഇത് രചിച്ചത്, സൂത്രബദ്ധമാക്കിയത് പതഞ്ജലിയാണ്. സൂത്രബദ്ധമാക്കി എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ഈ ശാസ്ത്രം, ഈ ഐഡിയ, ഈ ഫിലോസഫി പതഞ്ജലി തന്നെ സമ്മതിക്കുന്നുണ്ട്. ചില അറിയാതെ ഇത് പതഞ്ജലി ആരംഭിച്ച, പതഞ്ജലിയുടെ കണ്ടുപിടുത്തമായിട്ടുള്ള ശാസ്ത്രമല്ല. അതിനു മുമ്പേ യോഗ അല്ലെങ്കിൽ യോഗം ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് സൂത്രങ്ങളിലാക്കി, സൂത്രബദ്ധമാക്കി, അത് നല്ലവണ്ണം പഠിച്ച് ഏറ്റവും ചുരുക്കി പറഞ്ഞ ഒരു ശാസ്ത്രമാക്കിയ ആളാണ് പതഞ്ജലി. അതുകൊണ്ട് പതഞ്ജലി ഇതിൻ്റെ ഒരു വ്യാഖ്യാതാവ്, അല്ലെങ്കിൽ അതിനെ ചുരുക്കി പറഞ്ഞ ആള് എന്നൊക്കെ പറയണം. മുമ്പുള്ള അന്നുണ്ടായിരുന്ന അറിവിനെ ഒന്ന് ക്രോഡീകരിച്ച് സൂത്രരൂപത്തിലാക്കി, പക്ഷെ അത് അതിമനോഹരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് പതഞ്ജലിയുടെ മഹത്വം. പതഞ്ജലി എഴുതിയ ദർശനം
അതിനെ നമ്മള് പതഞ്ജലിയുടെ സൂത്രം എന്ന് പറയാം. എന്നാൽ അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ പാതഞ്ജല യോഗസൂത്രം എന്ന് പറയണം. പതഞ്ജലിയുടെ യോഗസൂത്രം എന്ന് സംസ്കൃതത്തിൽ പറയണമെങ്കിൽ അത് പാതഞ്ജല യോഗസൂത്രം എന്നാണ് പറയുന്നത്. ഞാനിതിപ്പോ പറയാൻ കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് നമുക്കതിൻ്റെ ആ ഒരു ഉച്ചാരണ വ്യത്യാസം അറിയാതെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. എങ്ങനെയാണ് പതഞ്ജലി പാതഞ്ജലമാകുന്നത് എന്ന് ചോദിച്ചാൽ 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന് എൻ്റെ പേരാണ്. എൻ്റെ പേര് വാസുദേവൻ എന്നാണ്. ഇത് ശ്രീകൃഷ്ണന്റെ പേരാണ്. ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ പേര് വസുദേവൻ എന്നാണ്. അപ്പോ വസുദേവന്റെ മകൻ വാസുദേവൻ. രഘുകുലത്തിൽ ജനിച്ച രാമൻ രാഘവൻ. ഇങ്ങനെ ധാരാളം ഇത്തരത്തിലുള്ള മാറ്റം അത് ഒന്നിൽ നിന്നുണ്ടായത് എന്നുള്ള അർത്ഥത്തില് ആകാരം ചേർത്തിട്ട് ഉണ്ടാകും. അപ്പൊ വാസുദേവൻ രാഘവൻ എന്നൊക്കെ പറയുന്നത് പോലെ പതഞ്ജലിയുടെ ദർശനം പാതഞ്ജല ദർശനം. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് പതഞ്ജലിയുടെ ദർശനം എന്ന് പറയാം, പതഞ്ജലി ദർശനം എന്ന് പറഞ്ഞുകൂടാ, പാതഞ്ജല ദർശനം എന്ന് പറയാം. നേരിട്ട് പറയുമ്പോൾ പാതഞ്ജല യോഗസൂത്രം എന്ന് പറയുന്നത്. പതഞ്ജലിയുടെ യോഗസൂത്രം എന്ന് പറയാം, തെറ്റൊന്നുമില്ല. പക്ഷെ കൂട്ടി പറയുമ്പോൾ പാതഞ്ജലം എന്ന് ആക്കിക്കൊള്ളണം അർത്ഥം. ഈ പതഞ്ജലി നല്ല കേട്ട കഥയായിരിക്കും എങ്കിലും ഒരു ക്ലാസ് എന്നുള്ള നിലക്ക് ഞാനൊന്ന് സൂചിപ്പിക്കാം. അഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുമ്പിൾ എന്നർത്ഥം. ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടി ഇത് പിടിക്കുന്നതിനെയാണ്. ഇങ്ങനെ പിടിക്കുന്നത് അഞ്ജലിയാണ്, ഇങ്ങനെ പിടിക്കുന്നത് അഞ്ജലിയാണ്. പിന്നെ എന്താ കൃതമസ്തകാഞ്ജലിം എന്ന് ഹനുമാനെ പറ്റി പറയുന്നുണ്ട്. മസ്തകം തലയുടെ മേലെയാണ് ഹനുമാനെ തൊഴുക. മസ്തകത്തില് അഞ്ജലി വെച്ചയാളാണ് ഹനുമാൻ. എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി എന്ന് പറയുന്നത്. ബാഷ്പവാരി പരിപൂർണ്ണ. അത് ഇവിടെ നിൽക്കട്ടെ, ഏതായാലും രാമായണത്തിന്റെ സമയമാണല്ലോ, ഹനുമാനെ ഒന്ന് ഓർമ്മിക്കുകയും ചെയ്യാം. അപ്പോ അഞ്ജലി പതൻ എന്ന് പറഞ്ഞാൽ പതിക്കുക. അപ്പൊ ഇന്നത്തെ ലോകത്തില് ഇപ്പോ നിലനിൽക്കുന്ന ലോകത്തില് ഇതിന് ഒരു അർത്ഥം കൊടുത്താൽ എല്ലാവരുടെയും അഞ്ജലികൾ തൊഴുകൈ ആരിൽ പതിക്കുന്നുവോ അവൻ പതഞ്ജലി. ലോകം മുഴുവനും തൊഴുന്ന ഒരാളാണ് ഇപ്പോ പതഞ്ജലി, നമ്മുടെ യോഗ സൂത്രകാരൻ. അങ്ങനെ ഒരർത്ഥം പതഞ്ജലി എന്ന് എടുക്കാം. അതേപോലെ അഞ്ജലിയിലൂടെ പുഷ്പം പതിപ്പിക്കുന്നു, ആ പുഷ്പം ഇങ്ങനെ ഇട്ടു കൊടുക്കുക ഒരാൾക്ക്. അങ്ങനെ പുഷ്പം ആർക്കാണോ കിട്ടുന്നത് അദ്ദേഹത്തിനെ പതഞ്ജലി എന്ന് വിളിക്കാം. ഇനി ഈ ചില ഗ്രന്ഥങ്ങളില് പിന്നെ പതഞ്ജലിയെ പറ്റി, അദ്ദേഹത്തിന്റെ ജന്മത്തെ പറ്റി ഒരു കഥയൊക്കെ കിട്ടും. ആ കഥയുടെ ചുരുക്കം ഞാൻ പറയാം. ഈ പതഞ്ജലി എന്ന് പറയുന്നത് അനന്തൻ എന്ന് പറയുന്ന മഹാവിഷ്ണു കിടക്കുന്ന ഒരു കിടക്കയുണ്ട്. അത് സോഫ കം ബെഡാണ്, ഇരിക്കും ചെയ്യാൻ കിടക്കും ചെയ്യും. ആ ബെഡ് അനന്തൻ എന്ന് പറയുന്ന ഒരു വലിയ പാമ്പ്, സർപ്പം, നാഗം, ആ നാഗം ഇങ്ങനെ ചുറ്റി കടന്നു കൊടുക്കുന്നത്. അതിന്റെ മേലെയാണ് മഹാവിഷ്ണു ഇരിക്കുന്നത് എന്നാണ് സങ്കല്പം. അപ്പോ ആ അനന്തൻ ഇങ്ങനെ കിടന്ന്, അനന്തന്റെ മേലെ വിഷ്ണു ഇരുന്നിട്ട് ആ യോഗദൃഷ്ടിയിലൂടെ ശിവന്റെ താണ്ഡവം കാണുകയായിരുന്നു ഒരു ദിവസം.
ശിവന്റെ താണ്ഡവം ആസ്വദിച്ചുകൊണ്ട് മഹാവിഷ്ണു ശയിക്കുകയായിരുന്നു. ഇപ്പാണെങ്കിൽ നമ്മൾ TV കണ്ടുകൊണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വീഡിയോ കാണാം, അല്ലെങ്കിൽ ഓൺലൈനിൽ പോയി സൂമില് ശിവന്റെ ഒരു അന്ന് അത് യൗകിക ദൃഷ്ടിയില്ല. ഏതായാലും അത് കണ്ട് വിഷ്ണുവും അതിൽ ലയിച്ചു. അദ്ദേഹത്തിന്റെ ശരീരവും ആ താളത്തില് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ആ ചലനം ഈ അനന്തനും അനുഭവിച്ചു. കാരണം അനന്തന്റെ മേലെ കിടന്നിട്ടാണല്ലോ ചലനം. അപ്പോ അതിന്റെ താളവും ഒക്കെ ഇദ്ദേഹം അനുഭവിച്ചിട്ട് ആ നൃത്തം കഴിഞ്ഞപ്പോൾ അനന്തൻ തൊഴുകയോടെ വിഷ്ണുവിന്റെ മുമ്പിൽ നിന്നിട്ട് എനിക്കും അതുപോലെ ഡാൻസ് പഠിക്കണം എന്ന്, ശിവന്റെ അടുത്ത് നിന്ന് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു. എന്നൊരു കഥ. അപ്പോഴേ വിഷ്ണു പറഞ്ഞു, ഒരു അശരീരിയും ഉണ്ടായി, നീ ഡാൻസ് മാത്രമല്ല, നീ പല ശാസ്ത്രങ്ങളിലും പണ്ഡിതനായി തീരും. പ്രത്യേകിച്ച് മനസാ വാച കർമ്മണ എന്നുണ്ട്. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന യോഗശാസ്ത്രം, വാക്കിനെ ശുദ്ധീകരിക്കുന്ന വ്യാകരണം, ശരീരം, കർമ്മം എന്ന് പറഞ്ഞ ശരീരം, ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഔഷധശാസ്ത്രം, ആയുർവേദം, ഈ മൂന്നും കൂടാതെ ഡാൻസ് മുതലായിട്ടുള്ള 64 കലകൾ എല്ലാം നിനക്ക് സ്വായത്തമാകും എന്ന് അനുഗ്രഹിച്ചു. കൂട്ടത്തിലെ ഈ അനുഗ്രഹം സഫലമാവണമെങ്കിൽ നീ ഭൂമിയിൽ ജന്മമെടുക്കണം, അങ്ങനെ നീ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് പതഞ്ജലി എന്ന് പറയുന്ന നാഗം, അനന്തനാഗം, ഇപ്പൊ പതഞ്ജലി എന്ന് പറയുന്നു, അന്ന് അനന്തനാഗം, ആ അനന്തൻ ഭൂമിയിലേക്ക് വീഴുകയാണ്. അപ്പോ അത് അനന്തൻ താഴേക്ക് നോക്കിയപ്പോ ഒരു യോഗിനി, ആ യോഗിനിയുടെ പേര് ഗോണിക എന്നാണ്. ആ ഗോണിക ഒരു തടാകത്തിന്റെ, ഒരു ജലാശയത്തിന്റെ മുന്നിൽ കയ്യില് ഈ അഞ്ജലിയില് നിറയെ വെള്ളവുമായിട്ട് ഇങ്ങനെ തർപ്പണം, ആ വെള്ളത്തിന് ആദിത്യന് തർപ്പണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ അനന്തനാഗം ചെറിയ ഒരു പുഴുവിന്റെ അത്രയും വലിപ്പത്തിലുള്ള ആ ആകൃതിയില് ഈ അഞ്ജലിയിലേക്ക് പതിച്ചു, ഗോണികയുടെ. അങ്ങനെ അഞ്ജലിയിൽ പതിച്ചത് കൊണ്ട് പതഞ്ജലി എന്ന പേര് വന്നു എന്നൊരു കഥയുണ്ട്. ഈ ഗോണികക്ക് അനുഗ്രഹമുണ്ട്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മകനുണ്ടാവും. അത് അപ്പൊ 70 വയസ്സായിട്ടുള്ള യോഗിനിയാണ്. അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ കയ്യിലേക്ക് അനന്തൻ വീണു. ആ അനന്തൻ നീ പതഞ്ജലി എന്ന് പേര് കൊടുത്തിട്ട് കരയിൽ വെച്ചു. അപ്പോൾ തന്നെ അത് വളർന്ന് വലിയ ആളായി. ഇതാണ് കൈ മുതല് മേലോട്ട് മനുഷ്യനും താഴെ ഈ നാഗവും, അങ്ങനെ ആബാഹു പുരുഷാകാരം എന്നാണ്. ബാഹു വരെ പുരുഷാകാരമാണ്, ബാക്കിയുള്ളത് നാഗവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ഇതിൽ അതിന്റെ പിന്നിൽ പുറകിൽ തന്നെ കാണാം, അടിയിൽ നാഗം. അപ്പോ അങ്ങനെയുള്ള പതഞ്ജലി ആയിട്ട് മാറി. ആ പതഞ്ജലിയാണ് ബഹുശാസ്ത്ര പണ്ഡിതനായിട്ട് നമ്മൾ ഇന്ന് ചൊല്ലുന്ന ആ ശ്ലോകം ഉണ്ടല്ലോ, യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത് തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനദോസ്തി എന്നുള്ള ശ്ലോകം ഈ മുനിയെ പറ്റിയാണ്. ആ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. കാരണം
നമ്മൾ പാതഞ്ജലി യോഗസൂത്രമാണല്ലോ പഠിക്കുന്നത്. അപ്പം യോഗേന ചിത്തസ്യ, യോഗേന യോഗം കൊണ്ട്, അതായത് യോഗ സൂത്രം കൊണ്ട്, ചിത്തസ്യ, ചിത്തം എന്ന് പറഞ്ഞ മനസ്സ്, മനസ്സിന്റെ യും, അപ്പൊ മനസ്സിന്റെ മലം, ദോഷം ഈ ഇതുകൊണ്ട്, യോഗം കൊണ്ട് അപാകരോത്, ഇല്ലാണ്ടാക്കി, നശിപ്പിച്ചു. അതാണ് പതഞ്ജലിയുടെ ഒരു രൂപം. രണ്ടാമത്തേത് പദേന വാചാം. പദേന, പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യാകരണം എന്നാണ് അർത്ഥം. അപ്പൊ വ്യാകരണം കൊണ്ട് വാക്കുകളുടെ, വാചാം, വാക്കുകളുടെ മലം, ദോഷം. വ്യാകരണം പഠിച്ചില്ലെങ്കിൽ നല്ല ഭാഷയിൽ പറയാൻ പറ്റൂല. അപ്പോ നല്ല ഭാഷ പറയാൻ തക്കവണ്ണം എന്തുണ്ടാക്കി? ഇപ്പം യോഗത്തിന് ഈ യോഗ ദർശനം ഉണ്ടാക്കിയതുപോലെ വ്യാകരണത്തിന് പാണിനിയുടെ അഷ്ടാധ്യായിക്ക് ഭാഷ്യം എഴുതി. അതാണ് ഭാഷ്യം. മഹാഭാഷ്യം എന്നാണ് അതിന് പേര്. സാധാരണ ഭാഷയല്ല, മഹാഭാഷ്യം. അങ്ങനെ മഹാഭാഷ്യം എന്നുള്ള പേര് വേറെ ഒന്നിനില്ല. അത്ര ഗ്രേറ്റ് ആണ്. അതിനെപ്പറ്റി പറയുന്നത് മഹാഭാഷ്യം വാ പഠനീയം, മഹാരാജ്യം വാ പാലനീയം എന്നാണ്. മഹാരാജ്യം ഭരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് മഹാഭാഷ്യം പഠിക്കുന്നത് എന്ന് പറയുന്നത്. അതിൻ്റെ കർത്താവ് പതഞ്ജലിയാണ്. പാതഞ്ജല ഭാഷ്യം, മഹാഭാഷ്യം. പിന്നെ ചരക സംഹിത എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ഗ്രന്ഥമുണ്ട്. അതിൻ്റെ വ്യാഖ്യാനവും പതഞ്ജലി ചെയ്തിട്ടുണ്ട്. അപ്പോ മനസ്സ്, വാക്ക്, ശരീരം, ഈ മൂന്നെണ്ണത്തിന്റെയും ദോഷം കളയാൻ, അതാണ് യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന, ശരീരസ്യ വൈദ്യകേന, വൈദ്യം എന്നാണ് വൈദ്യം തന്നെ. ഈ മൂന്നെണ്ണത്തിന്റെയും മലം യഹ അപാകരോത്, ആരാണോ കളഞ്ഞത്, തം മുനീനാം പ്രവരം, മുനിമാരിൽ ശ്രേഷ്ഠനായ മഹർഷിയായ പതഞ്ജലിം, അങ്ങനെയുള്ള പതഞ്ജലിയെ പ്രാഞ്ജലിഹി, തൊഴുകയ്യോടെ, ആനതോസ്മി, നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോ അങ്ങനെയുള്ള പതഞ്ജലിയെ നമസ്കരിച്ചുകൊണ്ടാണ് നമ്മള് ഈ യോഗദർശനം, അല്ലെങ്കിൽ യോഗം മുഴുവനും, ഈവൻ ആസന ക്ലാസും എല്ലാം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ്. ലോകം മുഴുവനും. അതാണ് ലോകത്തിന്റെ തൊഴുകൈ. ഇത്രയും തൊഴുകൈ കിട്ടുന്ന വേറെ ഒരു ശാസ്ത്രജ്ഞനില്ല. അങ്ങനെയുള്ള പതഞ്ജലി മുനിയുടെ യോഗശാസ്ത്രമാണ് നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്കായിരിക്കും അത്ര മതിയെന്നാണ്. നമുക്ക് ഇനി പറയാൻ സമയത്ത് പറയാം. ഇതില് യോഗ ശാസ്ത്രത്തില്, യോഗ ദർശനത്തില് 4 പാദങ്ങളാണ്. പാദം എന്ന് പറഞ്ഞാൽ കാൽഭാഗം. 4 പാദങ്ങൾ കൂടിയാൽ ഒരു ഫുള്ളം. അപ്പോ മൊത്തം യോഗ ദർശനത്തിന്റെ 4 പാദങ്ങൾ, 4 ചാപ്റ്റേഴ്സ് എന്നും പറയാം. അപ്പൊ ഓരോ ചില ദിക്കിൽ ചാപ്റ്റേഴ്സിന് വേറെ പേരാണ്. ഖണ്ഡം, പിന്നെ അധ്യായം, അങ്ങനെയെല്ലാം വരുന്നുണ്ടല്ലോ. ഇപ്പം എന്താണ് കാണ്ഡം, ആരണ്യകാണ്ഡം എന്ന് പറയും. അതേപോലെ ഇവിടെ 4 പാദങ്ങളാണ്. ആദ്യത്തേത് എന്താണ് സമാധിവാദം, രണ്ടാമത്തേത് സാധനാവാദം, മൂന്നാമത്തേത് വിഭൂതിവാദം, നാലാമത്തേത് കൈവല്യം. ഇങ്ങനെ 4 പാദങ്ങൾ ഉണ്ട്. എല്ലാറ്റിലും ഏവറേജ് 2 50 കൂടുതലുണ്ട്, 1 40 കുറവാണ്, 1 40 കുറച്ച് കൂടുതൽ. ഇങ്ങനെയൊക്കെയുള്ള ഏകദേശം 195.
4, 5, 20 ഒരു ഏവറേജ് 50 സൂത്രങ്ങൾ ഓരോ അധ്യായത്തിൽ, അത്രേ ഉള്ളൂ. അതില് സൂത്രങ്ങൾ ചെറിയ സൂത്രമുണ്ട്, വലിയ സൂത്രം. ഏറ്റവും ചുരുങ്ങിയിട്ടും പറയും, എല്ലാം ചുരുങ്ങിയിട്ട് തന്നെ പറയുന്നത്. പക്ഷെ ചിലതിന് കുറച്ച് നീളമുള്ള സൂത്രങ്ങളും ഉണ്ട് എന്നർത്ഥം. അപ്പൊ നമുക്ക് ആദ്യത്തെ ശ്ലോകം എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഞാൻ ചൊല്ലിയാൽ നിങ്ങൾ 3 പ്രാവശ്യം ഏറ്റു ചൊല്ലുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. എന്താണ് സുധാകർജിയുടെ അഭിപ്രായം? ആവട്ടെ മാസ്റ്റർ, അങ്ങനെ തന്നെ ആവാം മാസ്റ്റർ. അപ്പോ അഥ യോഗാനുശാസനം എല്ലാരും പറഞ്ഞോളൂ. അഥ യോഗ 3 പ്രാവശ്യം. അഥ യോഗാനുശാസനം. അഥ യോഗ അനുശാസനം. സൂത്രം ചെല്ലുമ്പോൾ യോഗ അനുശാസനം ഒന്നിച്ചാണ്, അത് പിരിച്ചു പറയുമ്പോൾ യോഗ അനുശാസനം. അത് ശരി തന്നെ. ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഒരു പഠന രീതി, ആദ്യം ഈ സൂത്രത്തിന്റെ ഒരു പൊതു അർത്ഥം പറയും. ഇതിന് എല്ലാവരും സമ്മതിച്ച, ഇതിന്റെ അർത്ഥത്തെ പോഷിപ്പിക്കുന്ന, പൂരിപ്പിക്കുന്ന ഒരു ഭാഷ്യമുണ്ട് ഇതിന്. അത് വ്യാസഭാഷ്യമാണ്. അത് വേദവ്യാസനാണോ വേറെ ഏതെങ്കിലും വ്യാസനാണോ എന്ന് അത്ര നമ്മൾ ചുഴിഞ്ഞ് ആലോചിക്കേണ്ട. പക്ഷെ അത് അത്ഭുതകരമായിട്ടുള്ള ഭാഷ്യമാണ് എന്ന് യാതൊരു സംശയമില്ലാണ്ട് പറയാം. അപ്പോ അങ്ങനെയുള്ള ആ ഭാഷ്യം മുഴുവനും വായിച്ച് ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു പഠനമാണ് വരാൻ പോകുന്നത്. നമ്മൾ പെട്ടെന്ന് പഠിക്കാനുള്ളത് നമുക്ക് ഇഷ്ടം പോലെ ധാരാളം വായിച്ച് മനസ്സിലാക്കാം. അതിന് ഈ ക്ലാസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ സൂത്രത്തിനും വ്യാസൻ എഴുതിയ ഭാഷ്യം സംസ്കൃതത്തിലുള്ള ഒറിജിനൽ വായിച്ച് അത് നിങ്ങൾ പിന്നെ ആവർത്തിക്കണമോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ അത് സുധാർജി തീരുമാനിച്ചോട്ടെ. അത് അങ്ങനെ വായിച്ച് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥത്തിലേക്ക് കൂടി കടന്നു പോകാമെന്നാണ് എൻ്റെ ഒരു ചിന്ത ഉള്ളത്. അപ്പം ആദ്യത്തെ ഇതിന് അധയോഗാനുശാസനം എന്നുള്ളതിന് ഇനി യോഗശാസ്ത്രം ഞാൻ പറയാം എന്നൊരർത്ഥമാണ് സാമാന്യമായിട്ട്. ഇതാ ഞാൻ യോഗശാസ്ത്രം ഈ ഗ്രന്ഥത്തിലൂടെ പറയാൻ പോവുകയാണ് എന്നൊരു സാമാന്യ അർത്ഥം എടുക്കാം. അത് യോഗാനുശാസനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ എടുത്താൽ ഒരു സൂത്രത്തിന്റെ ഗൗരവം അതിന് ഇല്ല. സാമാന്യ അർത്ഥം ഉണ്ട് താനും. ഇത് അറിഞ്ഞുകൊണ്ടാണ് വ്യാസൻ ഇതിന് ചെറിയൊരു കമന്ററി കൊടുത്തിട്ടുള്ളത്. ഒരു 4-5 വാചകം, ഒരു ഖണ്ഡിക എന്ന് പറയും. അപ്പൊ അതിലേക്കൂടി കടന്നു പോകുമ്പോഴേ ഇത്രയും ഇതിന്റെ ഉള്ളില് സംഭവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് കിടക്കാം. ഇവിടെ ഇപ്പം 3 വാക്കായിട്ട് ഇതിനെ വേണമെങ്കിൽ തിരിക്കാം, അല്ലെങ്കിൽ 2 വാക്ക്, അഥ യോഗാനുശാസനം ഒന്നിച്ച്, അല്ലെങ്കിൽ 3 വാക്കാക്കിയാൽ അഥ യോഗ അനുശാസനം. യോഗ എന്നാണ് ഇവിടെ. അനുശാസനം കൂട്ടിച്ചേർത്താല് യോഗ ആനുശാസനം എന്ന് വരും. മറ്റേ യോഗാ അനുശാസനം എന്നല്ല, യോഗ അനുശാസനം. അതിന്റെ വിസർഗം പോവും. എന്നുള്ളത് ആകാരത്തിലാവും. യോഗാനുശാസനം. അതിന്റെ ഒരു അർത്ഥം കൊടുത്താൽ യോഗത്തിന്റെ അനുശാസനം. ഇനി യോഗത്തിന്റെ അനുശാസനം
നമുക്ക് പഠിക്കാം എന്ന് ഒരു താല്പര്യമാണ്. ഇതിന് 3 വാക്കുകൾക്കും നമ്മൾ വ്യാഖ്യാനം കണ്ടെത്തണം. അതിൽ ഒന്നാമത്തേത് അഥ എന്നുള്ളൊരു വാക്ക്. അഥ ഈ വാക്ക് ഈ ഗ്രന്ഥത്തിൽ മാത്രമല്ല, പല ഗ്രന്ഥങ്ങളിലും അഥാതോ ധർമ്മജിജ്ഞാസ, അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നെല്ലാം പറഞ്ഞിട്ട് അഥ എന്നുള്ളത് പല ഗ്രന്ഥങ്ങളും തുടക്കത്തിലുള്ള ഒരു വാക്കാണ്. അതെന്താ കാരണം എന്ന് വെച്ചാല് അഥ എന്നുള്ളത് നല്ല മംഗളകരമായിട്ടുള്ള വാക്കാണെന്നാണ് നിശ്ചയം. നമ്മൾ അങ്ങനെയല്ല, എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല വിളക്ക് കത്തിച്ചിട്ട് വെച്ചിട്ട് പോകും, മംഗളമാവും. ആ യാത്ര മംഗളകരമായി തീരണം. അത് എന്തെങ്കിലും മംഗളകരമായിട്ടുള്ള വസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മൾ പുറപ്പെടും. വരുമ്പോൾ പശുവിനെ കാണാം, അല്ലെങ്കിൽ പശുവിനെ മുറ്റത്തുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള നമ്മളിലെ ചില ലക്ഷണങ്ങളെല്ലാം. അതുപോലെ പണ്ടുള്ള ഗ്രന്ഥകാരന്മാര് ആ ഗ്രന്ഥം മംഗളകരമായിട്ട് തീരാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കത്തിലെ വാക്ക് ശ്രദ്ധിക്കും. അങ്ങനെ മിക്കവാറും പല ഗ്രന്ഥങ്ങളിലും അഥ എന്ന് ചേർത്തിട്ടുണ്ട്. ഓങ്കാരം, അഥശബ്ദം, ശ്രീ, ഇങ്ങനെയുള്ള കുറെ ശബ്ദങ്ങളുണ്ട്. മംഗളകാരൗഭൗ ഓങ്കാരശ്ച അഥശബ്ദശ്ച മംഗളകാരിയാണ് ഉഭൗ. ഈ രണ്ടും മംഗളകാരിയാണ്. ഓം എന്ന് തുടങ്ങാം. മിക്കവാറും മന്ത്രങ്ങൾ ഓം എന്നാണ് തുടങ്ങും. അപ്പൊ ഓം, അഥ, പിന്നെയും വാക്കുകളുണ്ട്. ശ്രീ, ഏധതി, വർദ്ധക്കുക, ഇല്ലേ, ഇങ്ങനെ പല വാക്കുകളും തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും മുഖ്യമായിട്ടുള്ളൊരു വാക്കാണ് അഥ എന്നുള്ളത്. അത് മാത്രം ഒരർത്ഥം ഇല്ലാതെ ഉപയോഗിച്ചാലും തെറ്റില്ല. പക്ഷെ ഇവിടെ ഈ ഓരോ ദിക്കിലും ഉപയോഗിക്കുന്ന അഥയ്ക്ക് ഓരോ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. ഒന്ന് മംഗളകാരിയായിട്ട് മംഗളവാചകം മാത്രം, അത് മാത്രമായിട്ടും വരാം. അല്ലെങ്കിൽ വെറും വാക്ക് നോക്കിയാൽ അഥ എന്ന് പറഞ്ഞാൽ ഇനി എന്നൊരർത്ഥമുണ്ട്. നമ്മൾ ഇത്രയെല്ലാം പഠിച്ചു, ഇനി ഇത് പഠിക്കാം. നമ്മൾ കൂട്ടല കണക്ക് പഠിച്ചു, ഇനി നമുക്ക് ഗുണിതം പഠിക്കാം എന്ന് പറയുന്നില്ലേ? ആ അർത്ഥത്തിലും അഥ ഉപയോഗിക്കും. അഥ, ഇനി, അനന്തരം, ഇതിന് ശേഷം എന്നുള്ള അർത്ഥത്തില് അഥ എന്ന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആരംഭം, തുടക്കം, അത് പറഞ്ഞു കഴിഞ്ഞു. ആരംഭത്തിന് വേറൊരർത്ഥമുണ്ട്. ഇനി എന്ന് പറയുമ്പം ഇതിന് മുമ്പ് എന്തെല്ലാം ഉണ്ടല്ലോ. അപ്പോ ആ മുമ്പേത്തേത് പഠിച്ചതിന്റെ ശേഷം എന്ന് ഒരർത്ഥം എടുക്കാം. ഉദാഹരണമായിട്ട് ഇവ പാതഞ്ജല യോഗസൂത്രം എന്ന് പറയുന്നത് സാഖ്യത്തിന്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ സാഖ്യ ഫിലോസഫി തന്നെയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ സാഖ്യം പഠിച്ചതിന്റെ ശേഷം പ്രകൃതി പുരുഷ ജിജ്ഞാസ, അതിന് ശേഷം എന്ന് വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ പല അർത്ഥ കാര്യങ്ങളും ഇതിൽ എടുക്കാം. എങ്കിലും വ്യാസന്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞത് അഥ ഇതി ഇയം അധികാരാർത്ഥ, അഥ അഥേത്യയം അധികാരാർത്ഥ, അങ്ങനെയാണ് ഈ ഭാഷ്യം തുടങ്ങുന്നത്. അവിടെയും അഥ തന്നെ തുടങ്ങിയത്. അഥ ഇതി അയം അധികാരാർത്ഥ, ഇത്, അയ എന്നുള്ള ഇത് അധികാരാർത്ഥമാണ്. അപ്പോ അധികാരത്തെ കാണിക്കുന്നതാണ് അഥ എന്നുള്ള ശബ്ദം എന്നർത്ഥം. അപ്പോ ഈ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക്
ഒരു പിന്നെ സാധാരണ നമുക്ക് അർത്ഥമുണ്ട്, അയാൾ നല്ല ഭയങ്കര അധികാരം പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നൊരു ഇതുണ്ട്. ഇവിടെ അതല്ല, അധികരിച്ച് അത് ആക്കിയെടുക്കണം. അധികരിച്ച്, യോഗത്തെ അധികരിച്ച്, യോഗത്തെ കുറിച്ച് എന്നുള്ള അത് എടുക്കണം. അധികാരാർത്ഥം എന്ന് പറയും. അങ്ങനെ ഒരു അർത്ഥം അതിന്, അധികരിച്ചു. അപ്പൊ ഏതിനെ പറ്റി, ഏതിനെ അധികരിച്ച്, ഏതിനെ കുറിച്ച്, ഏതിനെ പറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥത്തിൽ അധികാരം എന്ന് ഉപയോഗിക്കാം. അപ്പൊ അതാണ് ഇവിടെ അധികാരാർത്ഥ. അധ എന്ന് പറയുന്നത് അധികരിച്ച്, അധ യോഗ അനുശാസനം, യോഗയെ അധികരിച്ചുള്ള അനുശാസനമാണ് പറയാൻ പോകുന്നത് എന്ന് അർത്ഥമെടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് വ്യാസന്റെ വ്യാഖ്യാനം. അഥേതി അയം അധികാരാർത്ഥ. അങ്ങനെയാണ്. ഇനി ഈ യോഗ അനുശാസനം എന്നുള്ള രണ്ട് വാക്കാണ് ഇനി വരുന്നത്. അഥ എന്നുള്ളത് ഇവിടെ നിൽക്കട്ടെ. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, യോഗ എന്നുള്ളതിൽ ഇവിടെ യുജ് എന്നുള്ള വാക്കിന് പ്രധാനമന്ത്രി മോദിയും അതേപോലെ പലരും യുജ് കൂടിച്ചേരുക, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ് എന്നൊക്കെ ഉണ്ട്. അതിനെയൊന്നും നമ്മൾ നിഷേധിക്കേണ്ട. പക്ഷേ ഇവിടെ യോഗ ഒന്ന് ഈ ചേരുക എന്നുള്ളതും മറ്റൊന്ന് യോഗ സമാധി ഇതിൽ വരുന്നുണ്ട്. ഇനി കൃത്യമായിട്ട് പറയുന്നുണ്ട്, യോഗ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം സമാധി എന്നാണ് എന്ന് ഇദ്ദേഹം തന്നെ അടുത്ത ഈ വ്യാഖ്യാനത്തിലെ അടുത്ത വാക്കായിട്ട് ഇനി ഒരു വാചകം കൂടി നെക്സ്റ്റ് വാചകത്തിൽ യോഗം എന്ന് പറഞ്ഞ സമാധിയാണ് എന്ന് പറയാൻ പോകുന്നുണ്ട്. മറ്റൊരു അർത്ഥമാണ് സംയമം, കൺട്രോൾ എന്നുള്ള അർത്ഥം ഉണ്ട്. ഇങ്ങനെ മൂന്നർത്ഥം ഉണ്ട്. അതില് നമ്മൾ സമാധി എന്നാണ് എടുക്കുന്നത് എന്ന് അതിനെ അടുത്തത് വരാനാ പറയുന്നതുകൊണ്ട് അന്നേരം നമുക്ക് യോഗയെ പറ്റി കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പോകാം. അങ്ങനെയുള്ള യോഗത്തിന്റെ അനുശാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുശിഷ്യതേ വ്യാഖ്യായതേ ലക്ഷണഭേദ ഉപായ ഫലൈർ യേന തദനുശാസനം. അങ്ങനെ ഒരു ലക്ഷണം പറയും. ഇതിലല്ല. അപ്പൊ അനുശിഷ്യത എന്ന് പറഞ്ഞാൽ വ്യാഖ്യായതേ, വ്യാഖ്യാനം ചെയ്യുക. എന്തിനെ പറ്റിയിട്ടുള്ള വ്യാഖ്യാനം? യോഗത്തിന്റെ ലക്ഷണം, യോഗത്തിലെ ഭേദങ്ങള്, പലതരം യോഗകള്, യോഗ അതിൽ എത്തിച്ചേരാനുള്ള ഉപായം, യോഗ കൊണ്ടുള്ള ഫലം, ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നതാണ് അനുശാസനം. അപ്പൊ യോഗത്തിന്റെ അനുശാസനം എന്ന് പറഞ്ഞാൽ യോഗത്തിന്റെ വ്യാഖ്യാനം, യോഗത്തിന്റെ ലക്ഷണം, യോഗത്തിലെ ഉൾപിരിവുകള്, അതേപോലെ യോഗയുടെ ഉപായം, അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ ഉപായമാണ്. അതേപോലെ യോഗ കണ്ട് എന്താണ് ഫലം? കൈവല്യം. ഇതൊക്കെ പറഞ്ഞു തരുന്നതാണ് അനുശാസനം എന്ന് ഒരു വ്യാഖ്യാനം. പിന്നെ ശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുശിഷ്ടവും. അനുശാസനം എന്നുള്ള വാക്ക് തന്നെ ശാസ്ത്രം
എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അപ്പൊ യോഗ സ്വരൂപത്തെ അറിയിക്കുന്ന ശാസ്ത്രത്തിന്റെ ഉപദേശമാണ് ശാസനം, യോഗശാസ്ത്രം എന്ന്. ഇനി വേറൊന്നുണ്ട്. ശാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ അർത്ഥമുണ്ടല്ലോ, ശാസിക്കുക, അത് ചെയ്യൂ, ഇത് ചെയ്തുകൂടാ എന്ന് ശാസിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് ശാസ്ത്രം തന്നെയാണ്. ശാസ്ത്രമാണ് ഏത് ചെയ്തുകൂടാ, ഏത് ചെയ്യണം എന്ന് ശാസിക്കുന്നത്. ആ അർത്ഥത്തിലും ശാസനം എന്നെടുക്കാം. അതേപോലെ അനു എന്നുള്ള വാക്കിനും ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ട്. അനു എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് അനുസരിക്കുക. എന്താ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ? സരിക്കുക എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക എന്നാണ് അർത്ഥം. അനുസരിക്കുക പിന്നാലെ പോവുക അർത്ഥം. അതേപോലെ ഇവിടെ അനുശാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രം ഈ പതഞ്ജലിയുടെ സ്വന്തമല്ല. അത് മറ്റുള്ള ഈ യാജ്ഞവൽക്യനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളവരുടെ പിന്നാലെ നടക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. അവര് ചെയ്തു വെച്ച ശാസ്ത്രം ഇദ്ദേഹം സ്വന്തം വാക്കുകളിൽ ആവിഷ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാധനം ഇദ്ദേഹത്തിന്റെ സ്വന്തമല്ല, അവരെ പിൻപറ്റിയതാണ് എന്നൊരു അർത്ഥം എടുക്കാം. അപ്പോ യോഗാനുശാസനത്തെ, യോഗത്തിന്റെ അനുശാസനത്തെ അധികരിച്ചുള്ളതാണ് ഈ പുസ്തകം എന്ന്, അഥ യോഗാനുശാസനം എന്ന് ഉള്ള തരത്തിൽ എടുക്കാം. അതേപോലെ അനുശാസനം എന്നുള്ളത് തന്നെ ശിഷ്ടസ്യ ശാസനം, ശിഷ്ടന്മാര്, മഹത്തുക്കള്, അവര് ഉണ്ടാക്കിയ ശാസ്ത്രം, അവരുടെ ശാസ്ത്രമാണ് ഇത്, ഉപദേശമാണ് ഇത് എന്നും ഒക്കെ ഈ യോഗ അനുശാസനം എന്നുള്ള വാക്കിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പൊ യോഗാനുശാസനം ശാസ്ത്രമധികൃതം വേദിതവ്യം, അതാണ് വ്യാസന്റെ വാക്ക്. ശാസ്ത്രമധികൃതം, ശാസ്ത്രത്തെ അധികരിച്ച് ഉള്ളത് എന്ന് വേദിതവ്യം, അറിയണം, അറിയപ്പെടണം എന്ന് വ്യാസം പറഞ്ഞു വെച്ചു. അപ്പൊ യോഗാനുശാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രം അധികൃതം വേദിതവ്യം. യോഗേന ചിത്തസ്യ പദേന വാച എന്നുള്ള ആ ശ്ലോകം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും യോഗശാസ്ത്രത്തിന്റെയും അതുമാതിരി വൈദ്യശാസ്ത്രത്തിന്റെയും വ്യാകരണത്തിന്റെയും കർത്താവ് പതഞ്ജലി തന്നെയാണെന്നാണ് പഠിച്ചതും പഠിപ്പിക്കാറുള്ളത്. പക്ഷെ അടുത്ത കാലത്ത് ഞാനൊരു സ്പീച്ച് കേട്ടു, ഇത് ഒരു പതഞ്ജലിയാൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല, ഇത് 3 പതഞ്ജലിയാണ് എന്ന് പറയുണ്ടായി. അപ്പൊ അതിന്റെ വാസ്തവികത എനിക്ക് അറിയില്ല. അത് അങ്ങനെ ഏതെങ്കിലും ഗ്രന്ഥത്തിലോ മറ്റോ അങ്ങനെ കേട്ടിട്ടുണ്ടോ? വ്യാസൻ എന്ന് പറയുന്നതും ഒരാളല്ല, അതൊരു സ്ഥാനപ്പേരാണ് എന്ന് പറയുന്നത്. അതുപോലെ ഇതും അങ്ങനെ ആവാം, അല്ല എന്നൊന്നും നമുക്കും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ ഇത് പിന്നെ വിജ്ഞാന ഭിക്ഷുവിന്റെ അല്ലാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ശ്ലോകം വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ചൊല്ലി വരുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ചില ആൾക്കതിനെ വിമർശിക്കുകയും ചെയ്യാം, സ്വാഭാവികമാണ്. ഒരേ കാലത്തല്ല ഈ പുസ്തകങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വ്യാഖ്യാനിക്കാം. അതിനെ പറ്റിയിട്ട് പറയാൻ ഞാനും ആളല്ല. പക്ഷെ കൃത്യമായിട്ടുള്ള കാലഗണന നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏകദേശം പതഞ്ജലി യോഗശാസ്ത്രം ക്രിസ്തുവിന് ഏകദേശം എത്ര വർഷങ്ങൾക്ക് ഏത് മുമ്പാണ്? പല കണക്കാണ് നമ്മൾ കാണുന്നതും പഠിച്ചിട്ടുള്ളതും. അതെ, അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പൊ ഞാനും ഒരു പുസ്തകം എഴുതിയാല് അതിനെയും കോട്ട് ചെയ്തിട്ട് ആൾക്കാർ പറയും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെന്താണ് ഏറ്റവും കരണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വിവാദമായിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് പിന്നെ കൃത്യമായിട്ട് ഉറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതങ്ങോട്ട് വിടുക. കാരണം നമുക്ക് ധാരാളം പഠിക്കാൻ വേറെ ഉണ്ട്.
അതുകൊണ്ട് അതിന് നമ്മൾ അധിക സമയം കൊടുക്കണ്ട. നമ്മുടെ വിശ്വാസം ഇതാണ്, അങ്ങനെ വിചാരിച്ചുള്ള ഇന്നയാള് ഇന്ന് ഈ ശ്ലോകം ഏതിലാ വന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഈ യോഗേന ചിത്തസ്യ എന്നുള്ള വാക്ക്, ആ ഒരു പിന്നെന്താണ് ശ്ലോകം, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെയുള്ള പതഞ്ജലിനെ നമിക്കുന്നു എന്ന് പറഞ്ഞേക്കോ. ഇത് നമ്മുടെ പതഞ്ജലി ഇതാണ്, അത്രയാണ്. ശരി ശരി. അതെ. ഞാനില്ലെങ്കിൽ നമുക്ക് സമയം ആയി. സാധിക്കുമെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഈ എന്താണ് ഒന്നാമത്തെ സൂത്രത്തിന്റെ പിന്നെ വ്യാസഭാഷ്യം വാട്സാപ്പിൽ ഇട്ടാലും നല്ലതായിരിക്കും സുധാർജി. അത് മാത്രം മതി, ഒരു സൂത്രത്തിന്റെ മാത്രം ഇട്ടാൽ മതി. അപ്പോ അത് വേണമെങ്കിൽ അവർക്ക് പകർത്തിയെടുക്കുകയും ചെയ്യാം. ഒന്ന് എഴുതുന്നത് നല്ലതാണ് ഇത് എല്ലാവരും. എന്നിട്ട് വന്നാൽ നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും, വേണമെങ്കിൽ ഏറ്റുപറയുകയും ചെയ്യാം. ഇതെല്ലാം ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഏറ്റുപറയൽ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഭാഷയൊന്നും അങ്ങനെ അധികാരം വായിക്കുന്നതല്ല. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ പിന്നിൽ എത്ര അടിവേരുകൾ എത്ര വരെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടുന്ന് ഒരു പ്രാവശ്യം വായിക്കാനുള്ളൊരു അവസരം കൂടി നമുക്ക് കിട്ടും. നോക്കാം. നമസ്തേ. പക്ഷെ ഇതിനകത്തൊരു ചെറിയ കാര്യം കൂടി, കാരണം ശാസ്ത്രം അധികൃതം വേദിതവ്യം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ യോഗ എന്ന് ഈ പറയാൻ പോകുന്ന ശാസ്ത്രം, ഈ പറയാൻ പോകുന്ന വിഷയം ശാസ്ത്രത്തെ അധികരിച്ചുള്ളതാണ് എന്ന് ഉറപ്പിച്ചൊരർത്ഥം അതിനകത്ത് എടുത്തുകൂടെ? നമുക്ക് പല അർത്ഥങ്ങളിൽ പോകുന്നതിനോടൊപ്പം നമുക്ക് മഹർഷി വേദവ്യാസർ പറയുന്നത് പോലെ അത് ശാസ്ത്രത്തെ അധികരിച്ചുള്ളത് തന്നെയാണ് ഈ വിഷയം എന്ന് ഉറപ്പിച്ച് അങ്ങനെ ഒരു അർത്ഥം എടുത്തുകൂടെ അനുശാസനത്തിന്? അതിന് യാതൊരു സംശയമില്ല. ഈ വ്യാസഭാഷ്യത്തിനെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. വ്യാസഭാഷ്യത്തിന് ഇതുവരെ ഒരാളും എല്ലാവരും അതിന് പിന്നെ ചേർത്ത് പിടിക്കാന്നല്ലാണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാഷ്യമെല്ലാം. അതുകൊണ്ട് അദ്ദേഹം വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, യോഗാനുശാസനം ശാസ്ത്രം അധികൃതം വേദിതവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും നമുക്ക് സംശയിക്കാനില്ല, ശാസ്ത്രം തന്നെയാണ് ശാസനം എന്നത്. ശാസ്ത്രത്തിന്റെ ലക്ഷണം എന്താ വെച്ചാൽ ശാസിക്കലാണ്. അതും പറയാണെങ്കിൽ നമുക്ക് നല്ലത് പറയാനും ചീത്ത ചെയ്യരുതെന്ന് പറയാനും ഒക്കെ ശാസനയാണ്. അപ്പൊ അതിലൊരു യാതൊരു സംശയവും വിചാരിക്കാൻ.